സൈനിക കേന്ദ്രത്തിന്റെ മാപ്പുകളും സിം കാർഡുകളുമായി ജമ്മു കശ്മീരിൽ പാക് ചാരൻ അറസ്റ്റിൽ. ജമ്മുവിലെ സാംബ സെക്ടറിൽ നിന്നാണ് അറസ്റ്റിലായത്. ഇന്നലെ ജമ്മു അതിർത്തിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പാക് സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിച്ചതിനെ തുടർന്ന് ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചിരുന്നു. ഇന്നും അതിർത്തി മേഖലകൾ അശാന്തമാണ്. വിവരങ്ങളുമായി എം സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, വിവരങ്ങൾ. സൗമ്യ, ജമ്മു കാശ്മീരിലെ അരാനിയ സ്വദേശിയാണ് ഇപ്പോൾ പാക് ചാരപ്രവർത്തനം നടത്തിയതിന് സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സാംബ മേഖലയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഇയാളുടെ കൈവശം പാകിസ്ഥാനിൽ നിന്നുള്ള 2 സിം കാർഡുകളും അതോടൊപ്പം തന്നെ ഈ ജമ്മു കാശ്മീരിന്റെയും അതിർത്തി പ്രദേശങ്ങളുടെയും ഭൂപടവുമുണ്ട്. ഈ ഭൂപടത്തിൽ ഇന്ത്യയുടെ സൈനിക വിന്യാസം എങ്ങനെയാണ് എന്നുള്ളതാണ് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലെ സിം കാർഡുകളുമാണ് ഉള്ളത്. ഏതായാലും ഈ പ്രവർത്തനം നടത്തിയ അറസ്റ്റിലായ ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യൽ ഇപ്പോൾ നടന്നു വരികയാണ്. ഇത് വലിയ ശൃംഖലയാണോ, മറ്റ് ആരെങ്കിലും ഉണ്ടോ ഈ സംഘത്തിൽ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സുരക്ഷാ സേന പരിശോധിച്ചു വരുന്നത്. 2 മാസം മുമ്പും രാജസ്ഥാനിൽ വെച്ചും ഇതുപോലെ ഒരു പാകിസ്ഥാൻ ചാരനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇത് വലിയ കണ്ണിയായിട്ട് ഉള്ള ഒരു ചാരപ്രവർത്തനമാണോ എന്നുള്ളതിനെ സംബന്ധിച്ച പരിശോധന നടന്നു വരികയാണ്. ഇന്നലെ അതിർത്തിയിൽ വെടിവെപ്പ് ഉണ്ടാവുകയും പാകിസ്ഥാൻ സൈനികരെ 7 പാകിസ്ഥാൻ സൈനികരെ ഇന്ത്യൻ സേന വധിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇന്ന് പാക് ചാരനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഉറി ആക്രമണത്തിന് ശേഷം അതിനുശേഷം ഇന്ത്യ നടത്തിയ പാക് അധീന കാശ്മീരിൽ നടത്തിയ മിന്നൽ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പലതരത്തിലുള്ള പ്രകോപനപരമായ നടപടികൾ ഉണ്ടാകുന്നുണ്ട്. അതിർത്തിയിൽ തുടർച്ചയായ വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടാവുക, അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പ്രകോപനപരമായിട്ടുള്ള പല പ്രസ്താവനകൾ നടത്തുക തുടങ്ങിയ കാര്യങ്ങളുണ്ട്. ഏതായാലും ഈ ചാരനെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നു. അത് എന്തൊക്കെ തരത്തിൽ ഇത് വിവരങ്ങൾ ചോർത്തിയിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചു വരികയാണ്. സൗമ്യ, എം സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. സൈനിക കേന്ദ്രത്തിന്റെ മാപ്പുകളും സിം കാർഡുകളുമായി ജമ്മു കാശ്മീരിൽ പാക് ചാരൻ അറസ്റ്റിലായിരിക്കുന്നു. അതിർത്തി ഇപ്പോഴും സംഘർഷഭരിതമായിരിക്കുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ.